യു.എസും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുകയാണ്. ഇതിൽ ഇന്ത്യയുടെ നിലപാട് എവിടെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം. സത്യത്തിൽ ഇന്ത്യ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ഈ ജിയോപൊളിറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളായിട്ടെല്ലാം തന്നെ ഇന്ത്യക്ക് നല്ല ബന്ധവും ഒക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കയുടെ താരിഫ് വിഷയമൊക്കെ നിൽക്കുമ്പോഴും പല കരാറുകളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്സ് എങ്ങനെയാണ് നീങ്ങുന്നത്? ഇതെന്ന് പറഞ്ഞാൽ ഇറാനെ അമേരിക്ക ഇന്ത്യ സപ്പോർട്ട് ചെയ്യില്ല. ഒന്നാമത് ഇന്ത്യക്കാർ ഇറാനിലധികം ഇല്ല. 1 കോടിയോളം ഇന്ത്യക്കാർ മൊത്തം ഗൾഫ് രാജ്യങ്ങളുണ്ട്. അവർ പലരും മരണപ്പെടുന്നുണ്ട്, പലരും അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, ജോലി പോണ പ്രശ്നമുണ്ട്. അപ്പോൾ മോഡി ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് അവിടെ ഇന്ത്യക്കാരെ സേഫാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, നമ്മുടെ ഡോക്ടർ കാർത്തികില്ലേ, പുള്ളി ദുബൈയിൽ ഉണ്ടായിരുന്നല്ലേ, ഇന്ന് വെളുപ്പിന് തിരിച്ചു വന്ന് കാണുമെന്ന് എനിക്ക് തോന്നണേ. പുള്ളി 2 ദിവസമായിട്ട് അവിടെ ദുബായ് കുടുങ്ങി കിടക്കുക. പുള്ളി അവിടെ ഒരു മീറ്റിങ്ങിന് പോയതാണ്. അപ്പോൾ അവിടെ ടോട്ടൽ എയർപോർട്ടെല്ലാം അടച്ച് സ്റ്റക്കായിരുന്നു. അതിനിടയ്ക്കാണ് മോഡി UAE പ്രസിഡന്റായിട്ട് സംസാരിച്ചത്. അതിനുശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി എയർപോർട്ട് ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ മുഴുവൻ സ്പെഷ്യൽ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് ഇവാക്യുവേറ്റ് ചെയ്തു. മുംബൈക്കും ഡൽഹിക്കുമാണ് മെയിനായിട്ട് ഫ്ലൈറ്റ് കാണിച്ചുകൊണ്ടിരുന്നതെങ്കിലും ചെന്നൈക്കും കൂടെ ഫ്ലൈറ്റ് ഇട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെന്നൈക്ക് പോയ ഫ്ലൈറ്റിൽ കാർത്തിന് കയറാൻ പറ്റില്ല. രണ്ടാമത്തെ ഫ്ലൈറ്റിൽ ഇന്ന് വെളുപ്പിന് കയറിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നണേ. ആളെ ഒന്ന് വിളിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അവിടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ പെട്ടെന്ന് മോഡി ഇതിൽ ഇടപെട്ടു, നേരിട്ട് UAE പ്രസിഡന്റായിട്ട് സംസാരിച്ചു, ഐക്യദാർഢ്യം പറഞ്ഞു, എല്ലാം പറഞ്ഞ് മോഡി പറഞ്ഞാണ് ഇന്ത്യക്കാരെ അവിടുന്ന് സേഫാക്കി ഇതാക്കണം എന്നുള്ളത്. സഡൻലി ആദ്യം അവിടെ ഇവാക്യുവേറ്റ് ചെയ്ത് ഇന്ത്യക്കാരുടെ ഇത് അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവർ നോക്കിയുള്ളൂ. അപ്പം ആ ഡിപ്ലോമസിയുടെ അർത്ഥം ഇതാണ്. നമ്മൾ പൊളിറ്റിക്കലി അല്ല ഇത്, രാഷ്ട്രീയമായിട്ട് ഇന്ത്യ ഇറാനൊപ്പമാണ്. അതിന് ഒരു മടിയില്ല. കാരണം ഇന്ത്യ ഇറാനിൽ നിന്ന് അത്രയധികം ഓയിൽ എടുക്കുന്നുണ്ട്. ഈ ഉപരോധം നിലനിൽക്കുമ്പോൾ ഇന്ത്യ ധാരാളം ഓയിൽ ഇറാനിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ ഓയിൽ, ഇതിൻ്റെ ഓയിൽ യൂസേജിൻ്റെ ഏതാണ്ട് 18% എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് എടുക്കണേ. അത് നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? പൊളിറ്റിക്കലി വി ആർ വിത്ത് ഇറാൻ. പൊളിറ്റിക്കലി ഇല്ലെങ്കിൽ നമ്മൾ എടുക്കില്ലായിരുന്നു. അപ്പം നമ്മൾ പൊളിറ്റിക്കലി റഷ്യയുടെ ഒപ്പമുണ്ട്, പൊളിറ്റിക്കലി ഇറാൻ്റെ ഒപ്പമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അവിടെ ഇന്ത്യക്കാർ നിരവധിയുണ്ട്. അവരുടെ കാര്യം നോക്കണം. അമേരിക്കയായിട്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഇതില്ല. കാരണം എന്ന് വെച്ചാൽ ട്രംപുമായിട്ട് താരിഫ് പ്രശ്നം വന്നു നിൽക്കുന്ന സമയം തൊട്ട് നമ്മൾ അകന്നതായിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനില്ല. ഇറാനുമായിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറാൻ അല്ല ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട. ഇറാൻ്റെ വഴിക്ക് നോക്കിക്കോളും. ഇറാനെ റഷ്യയും ചൈനയെ സഹായിച്ചോളും. നമ്മളിപ്പം മിലിറ്ററി ആൻഡ് ഡിഫൻസ് പരമായിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇറാനെ പിന്തുണച്ചാലോ അത് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന അറ്റാക്കിനെ പിന്തുണയ്ക്കുന്ന പോലെയാവും. അത് മോഡി ചെയ്യില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ചെയ്യില്ല, നമ്മുടെ ഡിപ്ലോമാറ്റ്സ് ആരും ചെയ്യില്ല. ഇത് കറക്റ്റ് ഡിപ്ലോമസിയാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി കണ്ടു. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, നമ്മുടെ കാർത്ത് തന്നെ നേരിട്ട് അതിൻ്റെ ഗുണം അനുഭവിച്ചു എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാക്കാം. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സംഭവം, വേറൊന്നുമല്ല. അല്ലാതെ ഇത് നമ്മൾ ഇറാനെ തള്ളിക്കളഞ്ഞെന്നോ ഇതുപോലെ ഇസ്രായേലിൻ്റെ ഒപ്പാണെന്നൊന്നുമല്ല. ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് തീവ്രവാദത്തിനെതിരെ അല്ലെ ഭീകരവാദത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഇല്ല എന്നല്ല. നമ്മളുടെ ധാരാളം ഡിഫൻസ് ഡീലുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. മോഡി അവിടെ പോയിട്ട് തിരിച്ചു വന്നുള്ളൂ. വാസ്തവത്തിൽ മോഡി അവിടെ പോയ സമയത്ത് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. മോഡിക്ക് കൊടുത്ത സ്വീകരണവും ആ പോയ രീതിയെല്ലാം കണ്ട് അടുത്ത നിമിഷം ഇത് വൈകാണ്ട് അടി പൊട്ടുമല്ലോ എന്നാണ് അന്നേരം ചിന്തിച്ചത്. കാരണം അത് വളരെ ലോജിക്കലാണ്. ഇതിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സ്വീകരണം മോഡിക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ആഫ്റ്റർമാത്ത് എന്നുള്ളത്. നമ്മൾ ഇവൻ്റ് ആൻഡ് ആഫ്റ്റർമാത്ത് എന്നൊരു സാധനമുണ്ട്. വാട്ട് ഈസ് ദ ഇവൻറ്റ്, സംതിങ് ദർ വിൽ ബി ടൈലിംഗ്, അതാണ് ആഫ്റ്റർമാത്ത്. അപ്പം ഞാൻ ആ ആഫ്റ്റർമാത്ത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് അടിപൊട്ടി. ഞാൻ ഇവിടെ എഴുതാനൊന്നും പോയില്ല, എവിടെയും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ പൊട്ടാണ്ടിരിക്കാം. ട്രംപിനെ വേണമെങ്കിൽ ട്രംപിന് സ്വയം പിന്മാറാം, വേണ്ടാന്ന് വയ്ക്കാം. പക്ഷേ 2 സംഭവം ഉണ്ടായത്, 2 ഇവൻ്റ്, അത് തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവും. താരിഫ് യുദ്ധത്തിൽ ട്രംപ് തോറ്റു ഈ സുപ്രീം കോടതി നിന്ന്. ട്രംപൊന്നും ഇത്ര ഈഗോ ഉള്ള ആൾ വേറെ ഇല്ല. അപ്പം നമ്മൾ അത് കണക്ട് ചെയ്യണം. ഇസ്രായേലാണെങ്കിൽ ഫുൾ ഫ്ലഡ്ജ് വാർ റെഡിയായിട്ട് നിൽക്കുക. എങ്ങനെ ട്രംപ് തോറ്റു എന്നൊരു ചോദ്യമുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ ആ കോടതി വിധി മാനിപ്പുലേറ്റ് ചെയ്താവും. ഓരോട്ടിൻ്റെ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ. ഈ ഓരോട്ട് വേണം അപ്പുറത്തേക്ക് മാറാമല്ലോ. അത് കൃത്യം 3:2. അതായത് 2 പേര് താരിഫിന് അനുകൂലമായിരുന്നു, 3 പേര് എതിരായി. അത് ഒരാൾ ഇപ്പുറത്തേക്ക് മാറിയിരുന്നെങ്കിൽ ട്രംപ് വിജയിച്ചേനെ. അപ്പം അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ വളരെ ക്ലിയറാണ്, അത് മാനിപ്പുലേറ്റഡ് ആണ് ഈ വിധി എന്ന് പറയുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്ത് എന്തിനാണ്? ട്രംപിനെ വലിയൊരു ഈഗോ പ്രോബ്ലത്തിൽപ്പെടുത്തി. അപ്പോൾ പിന്നെ അവിടെ തോറ്റ ട്രംപിന് വേറെടുത്ത് ജയിക്കണം. അതിനാണ് യുദ്ധം, ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി ഞാൻ യുദ്ധങ്ങൾ നിർത്തിച്ചവനാണ്, എനിക്ക് നോബൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞാൽ ട്രംപ് ഈ പരിപാടിയായിട്ട് വരില്ല. അയാൾക്കറിയാം അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് ആയുധത്തിന് പൈസ കൊടുക്കാനൊന്നും പുള്ളി തയ്യാറല്ല. പക്ഷേ പുള്ളിയെ കൃത്യമായിട്ട് ട്രാപ്പ് ചെയ്ത് ചാടിച്ചു. അത് പുള്ളിയുടെ ഈഗോയാണ് അവർ മുതലെടുത്തത്. ഞാനിത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇതെങ്ങനെ പറ്റിയെന്നുണ്ട്. അത് ഈഗോ മുതലെടുക്കുകയായിരുന്നു. അപ്പം ഇസ്രായേൽ അത് ഭംഗിയായിട്ട് കളിച്ചു. അപ്പം എല്ലാ സംഭവം അവിടെ
ഒരു എസ്കലേഷൻ ഉണ്ടാക്കി വാർഷിപ്സ് ഒക്കെ മുന്നോട്ട് നീങ്ങുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കോടതി വിധി എതിരായിട്ട് തന്നെ. അത് വളരെ ക്ലിയർ അല്ലേ. അതോടുകൂടി ട്രംപിന് വരെ കൂടുതലൊന്നും ചെയ്യാനല്ല, വാർഷിപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്, പോയി അടിക്കുന്നു പറയാനേ ഉള്ളൂ. ഇസ്രായേൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഈ ഇസ്രായേൽ തന്നെ ഉപദേശം കൊടുത്തു കാണും, ഇതുണ്ടായ സ്ഥിതിക്ക് ഇറാനെ ഒന്ന് അടിച്ച് പെട്ടെന്ന് അവരുടെ നേതൃത്വത്തെ കളഞ്ഞ് നിങ്ങൾ പരിഹരിച്ചാൽ ദെൻ യു വിൽ ഗെറ്റ് ഗ്രേറ്റ് നെയിം എന്നൊക്കെ പറഞ്ഞ് പൊക്കിയിട്ടുണ്ടാവും. ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കും അവരവിടെ മാതൃകയായിട്ട് എടുത്തത്. സിന്ദൂർ മോഡലിൽ 3 ദിവസം കൊണ്ട് എല്ലാം തീർക്കും, ഇല്ല 4 ദിവസം കൊണ്ട്. പക്ഷേ അത് മുഴുവൻ അവരുടെ കണക്കുകൂടലും തെറ്റിപ്പോയി. സത്യം പറഞ്ഞ് ഇത് അമേരിക്കയും ഇസ്രായേലും കൂടെ പരാജയപ്പെടുന്നൊരു വാറാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവരുടെ മുഴുവൻ കണക്കുകൂടലും തെറ്റി. ഇസ്രായേലിന് യുദ്ധം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, കാരണം ജൂതന്മാരുടെ ആയുധ കമ്പനികൾക്ക് ഇത്രയേ ഉള്ളൂ, ആര് ജയിച്ചാലും ആര് തോറ്റാലും അവന്മാർക്ക് യുദ്ധം വേണം. പക്ഷേ ട്രംപിനെ വ്യക്തിപരമായിട്ട് ഇത് വലിയ ഈഗോ പ്രോളാവും. ഇത് വിയറ്റ്നാമിൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെയും റെപ്പറ്റേഷൻ ആവും. അതാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ അത് വരും എന്നുള്ള ഒരൊറ്റ റിപ്പോർട്ട് പോലും CIA അതുപോലെ തന്നെ മൊസാദും കൊടുത്തിട്ടുണ്ടാവില്ല. അതിന് പകരം അവന്മാർക്ക് ഇത് ഇത്രയൊക്കെ ഉള്ളൂ, ഇവരുടെ നേതൃത്വം അടിച്ചു കളഞ്ഞാൽ പിറ്റേന്ന് ഭരണമാറ്റം വരും, ജനങ്ങൾ മുഴുവൻ എതിരാവും, ഇറാനിയൻ ഭരണകൂടത്തിന് അവിടെ ജനകീയ വിപ്ലവം വരും, ഇപ്പം ശരിയാവും എന്നും പറഞ്ഞിട്ടായിരിക്കും ജയിച്ചേക്കണത്. എന്തു വരാനാണ്? അവരുടെ പരമോന്നത നേതാവിനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇറാനകത്തൊരു യൂണിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ യഥാർത്ഥത്തിൽ ഇറാനിയൻ റെജീമിനെതിരെ പ്രതികരിക്കുള്ളൂ. അവരെ സംബന്ധിച്ച് അവരുടെ മേഖല കയ്യേറ്റം ചെയ്ത പോലെയായി. ഇനിയിപ്പോൾ ഇതൊരു അണൻഡിങ് വാറിലേക്ക് പോകും. ഇത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിർത്താൻ ഉടനെ തന്നെ US-നും ഇസ്രായേലിനും പറ്റിയില്ലെങ്കിൽ, അതിന് നിർത്തണം എന്നുണ്ടെങ്കിൽ റഷ്യയും ഇന്ത്യ ഇടപെടേണ്ടി വരും. എന്നാലേ ഇത് ഇറാനിയൻസിന് ഇപ്പോൾ ഉണ്ടായ ഒരു പ്രതികാരബോധത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകണമെങ്കിൽ വേറെ ഇടപെടൽ വേണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഹോൾ മിഡിൽ ഈസ്റ്റ് ഭയങ്കര സ്റ്റക്കാവും. ഇതിൻ്റെ ദോഷം മെയിനായിട്ട് അനുഭവിക്കുമ്പോൾ നമ്മളാണ്, നമ്മുടെ ഓരോരുത്തരും കുടുംബത്തിൽ ഇത് ബാധിക്കും. ഒന്നാമത്തെ കാര്യം പെട്രോളിയം ക്ഷാമം. ഇപ്പോൾ തന്നെ LPG കൺട്രോൾ ചെയ്യാൻ പോവുക. അത് LPG ക്ഷാമം ഇന്ത്യ വരുന്നുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. തൊട്ട് പുറകെ പെട്രോൾ ക്ഷാമം വരാൻ, പെട്രോളിന് വില കൂടാം. പക്ഷെ അതിലും ഗുരുതരമായ സംഭവം, നമ്മുടെ ഈ കേരളത്തിലെ ഓരോ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഗൾഫിലുണ്ടാവും, ഒരു വീടിൻ്റെ ബന്ധു അവിടെ ഉണ്ടാവും. ഇവരിൽ ഒത്തിരി പേർക്ക് തിരിച്ചു വരേണ്ട സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? എത്രയോ പേരെ ബാധിക്കും. ഇപ്പോൾ ഗൾഫ് നേഷൻസിന് പെട്രോൾ ഡോളറിലാണ് അവരെല്ലാം നിൽക്കുന്നത്. അതിൽ ഡോളർ അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പെട്രോൾ ഉണ്ടായാൽ മതി. പെട്രോളിയം പുറത്തേക്ക് ഇറക്കാൻ വയ്യാത്ത വിധത്തിൽ എണ്ണപ്പാടങ്ങളും അതുപോലെ തന്നെ റിഫൈനറികളും കത്തിയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഉണ്ടായ സംഭവം തന്നെ ഈ ലോകത്ത് മൊത്തം പെട്രോൾ വില കൂട്ടും. നമ്മുടെ എല്ലാം വയറ്റത്തിരിക്കുന്ന പരിപാടിയല്ല ഉണ്ടാവണേ. അതോടുകൂടി ഗൾഫിലെ ബിസിനസ്സുകൾ തകരും. ബിസിനസ്സുകൾ തകർന്നാൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് തിരിച്ചു വരേണ്ടി വരും. 1 കോടി ഇന്ത്യക്കാർ ഗൾഫിലുണ്ടെന്ന് നമ്മൾ ഓർക്കണം. നമുക്കിട്ട് വെച്ച് തന്ന പണി ചെറുതൊന്നുമല്ല. അതുപോലെ തന്നെ ഇന്ത്യ സമീപകാലത്തുണ്ടാക്കിയ പല ഡീലുകളും നോക്കൂ, പല ഗൾഫ് രാജ്യങ്ങളുമായിട്ട്. അതിനെല്ലാം ഇത് ബാധിക്കില്ലേ? ഏറ്റവും വലിയ ഡീൽ ഒരെണ്ണം ഉണ്ടാക്കിയിരിക്കുന്ന UAE ആയിട്ടാണ്. ആ UAE സാമ്പത്തികമായിട്ട് സ്റ്റക്കാവാൻ പോവുക. UAE ആയിട്ട് എത്രയോ കോടിക്കണക്കിന് $1 മില്യൺ ഡീലാണ്. എത്ര ആൾക്കാർക്ക് പുതുതായിട്ട് അവിടെ ജോലിക്ക് പോകേണ്ടതാണ്. എല്ലാം തീരുമില്ലേ ഈ യുദ്ധം നീണ്ടുപോയാൽ? നമ്മളതല്ലേ ചിന്തിക്കണ്ടേ? ഇത് ഭയങ്കര പരാജയ യുദ്ധമാണ്. അമേരിക്കയും ഇസ്രായേലും കൂടെ കാട്ടിക്കൂട്ടിയേക്കണ വിവരക്കേടിന് കയ്യും കണക്കൂല.